സീസൺ 2 വന്നു. നഹി. സീസൺ 3 അച്ഛാ നഹി. സീസൺ 4 അല്ല അച്ഛാ നഹി. അപ്പൊ എന്തായാലും ദൈവം വിധിച്ചിരിക്കുന്നത് 5ാമത്തെ സീസണിൽ ഇവിടെ വന്ന് പാടണം. എന്തായാലും പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയൂ ഡീറ്റെയിൽസ് ഒക്കെ. എവിടെയാ താമസിക്കുന്നത്? ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് താമസം. ഇന്നസെന്റ് ചേട്ടൻ സ്ഥിരമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഇപ്പോൾ ഓർക്കുന്നു. കാരണം എത്ര അവശതയിലാണെങ്കിലും അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പാട്ട് പാടുകയും കുട്ടികളോടൊപ്പം ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തൊരു അതുല്യ പ്രതിഭയാണ്. അപ്പം അങ്ങനെയുള്ളൊരു നാട്ടിൽ നിന്നാണ് മോള് വരുന്നത്. പിന്നെ വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛന് ഇപ്പൊ റേഷൻ കട. അപ്പൊ നമുക്ക് അരിക്കൊരു പഞ്ഞവും ഇല്ല. സീസൺ 5 ഇഷ്ടം പോലെ ഊണ് കഴിക്കാനുള്ള യോഗമുണ്ട്. ഏത് പാട്ടാ മോളെ പാടുന്നത്? പുലയനാർമണിയമ്മ. സൂപ്പർ. മോൾക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആരെ സെലക്ട് ചെയ്തെന്ന്? ഞാൻ തന്നെ സെലക്ട് ചെയ്യലൊക്കെ. ആണോ? പപ്പ സപ്പോർട്ട് ചെയ്തരും. ആണല്ലേ? അല്ല, ഈ പ്രായമുള്ള എത്ര 9 വയസ്സോ 10 വയസ്സോ 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, അത് പാടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആ പാട്ടിന്റെയും ആ ലിറിക്സിന്റെയും ഒക്കെ ഒരു എന്താ പറയണ ഒരു പ്രാധാന്യം അല്ലേ? അപ്പോ നജീബിനെ അറിയോ? മോള് പാടിക്കഴിയുമ്പോഴത്തേക്ക് നജീബ് അങ്കിള് പ്രണയത്തിൻ താജ്മഹലിൽ എന്നൊരു മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. ഒരു പല്ലേ പാടിത്തരും. മോള് നന്നായിട്ട് പാടിയ പാടാം. മിനുട്ടി എന്തോ എന്തെങ്കിലും പറയാനുണ്ടോ ഈ സീസൺ 5 കുറിച്ച്? എന്തെങ്കിലും ആധികാരികമായിട്ട്? ഞാനോ ചോദിക്കാൻ തോന്നിയല്ലോ എന്നോട് അങ്ങനെ. എന്നാലും ഈ ആദ്യത്തെ വർഷം തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നോണ്ട് ഈ കുട്ടികളുടെ വളർച്ചയും എല്ലാം ഞങ്ങളെക്കാട്ടി മീനോട്ടിക്ക് അറിയാം. ഓ ഷോ ഇല്ല, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സീസൺ 5 തുടങ്ങിയപ്പോ. ഇപ്പം സെബാമോൻ മാത്രല്ല, എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് കുറേ പ്രാവശ്യം നമ്മുടെ ഓഡീഷനിൽ വന്നിട്ട് ഇപ്രാവശ്യം കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ എക്സൈറ്റ്മെന്റ് കാണുമ്പോ എനിക്ക് സന്തോഷം. അവരുടെ പാട്ടൊക്കെ കേൾക്കാം. അങ്ങനെ ഹാപ്പിയാണ്. അശ്വതി, ഞാൻ എക്സ്ട്രാ ഹാപ്പിയാണ്. അശ്വതി ഇവിടെ ആരാണ്ട് അടുത്തൊക്കെ പറഞ്ഞു, കാരണം എനിക്ക് പാടാൻ ചാൻസ് തരുന്നില്ലെന്നൊക്കെ പറഞ്ഞത്. കുഴപ്പമില്ല മോളെ, ഇല്ലല്ല കുഴപ്പമില്ല. അശ്വതി നക്ഷത്രമേ അത് മോളിത് കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് പാടിക്കൊടുക്കും. ഒരു എൻകറേജ്മെന്റ്. അശ്വതി പാടിക്കൊടുക്കാൻ നടക്കും. എനിക്ക് ഈ സീസണിലെങ്കിലും മീനുട്ടിയുടെ മകപ്പമകസ് കേൾക്കണം. അതെ, ഇനിയിപ്പോ നിങ്ങൾ പാടിയില്ലേ? ഏതാണ്ട് ഇവിടെ 2 പടക്കങ്ങൾ ഇരിപ്പുണ്ട്. ഇവിടെ ഞാൻ ഒരു തീപ്പെട്ടിയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റയടിക്ക് അവിടെ വരും, പൊട്ടിക്കും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
താങ്ക് യു. വലിയ അതിശയം. ഇത് സീസൺ 5യുടെ ഫിനാലെ ആണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. താങ്ക് യു സർ. തുടക്കത്തിൽ ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് എന്തായാലും ആ ഹമ്മിങ് ഒരു ശക്കലം, അത് മോടെ ഒരു സ്റ്റേജ് ഫിയർ ആണ്. ആദ്യത്തെ പാട്ട് അതൊക്കെയാണ്, അതൊക്കെ വിട്ടു. ബാക്കിയെല്ലാം അതിമനോഹരമായിട്ടാണ് പാടിയത്. താങ്ക് യു അപ്പൊ സർ. പാട്ട് മോള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പാട്ടുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരു വേദി വന്നിട്ട്, ഒരു പുതിയ വേദി വന്നിട്ട് അതിമനോഹരമായിട്ട്, വാക്കുകളില്ല, അത്രയ്ക്ക് ഇതൊരു ശബ്ദം, എന്തൊരു ലാളിത്യം, എന്ത് സംഗതികളൊക്കെ എത്ര പെർഫെക്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഐ എം വെരി പ്രൗഡ് ഓഫ് യു. കാരണം ഈ ഒരു അർപ്പണ മനോഭാവം സംഗീതത്തിനോടും, അതായത് നമ്മുടെ ഒരു ദൃഢനിശ്ചയം, ജീവിതത്തിൽ ഞാൻ ഇന്നതായി തീരും എന്നുള്ളത്, അതൊക്കെ ഈ പ്രായത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല മോളെ. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു യു. യു സാങ് ടു ഗുഡ്. താങ്ക് യു സർ. കൺഗ്രാറ്റ്സ്. മക്കളെ, ഓ പൊടി സംഗതികളുടെ രാജ്ഞി തന്നെ മോള്. കാരണം ഈ നമ്മുടെ ഈ ലൈറ്റ് മ്യൂസിക്കിലാണ് ഈ വളരെ തെന്നിപ്പോകുന്ന കുറേ സംഗതികളുണ്ട്. എളുപ്പം വരും, ഒരു പാറ്റയെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മൾ ചെരുപ്പൊക്കെ എടുത്ത് പുറകെ ഓടിയാലും ഡ്രന്ന് ഓടിപ്പോവും. അങ്ങനത്തെ കുറേ സംഗതികളുണ്ട്. അത് ഫിലിം മ്യൂസിക്കിന്റെ ഒരു വലിയ പ്രത്യേകതയും ബ്യൂട്ടിയാണ് കേട്ടോ. അത് നമുക്ക് പഠിച്ച് പ്രസന്റ് ചെയ്യാൻ, കാരണം ചിലപ്പോൾ അത് പോകും, കിട്ടിയാ കിട്ടി. പക്ഷെ ഈ ഇത്രയും ഇതിലും പലയിടത്തും ആ സംഗതി ഉണ്ടായിരുന്നു. മോളത് എന്ത് രസമായിട്ട് എടുത്തു. അതായത് ചിലർ സംഗതി എടുക്കുമ്പോഴത്തേക്കും നമുക്കത് എടുക്കുകയാണെന്നേ അറിയത്തില്ല. ഞാനും ചേട്ടനും ഞങ്ങൾ 3 പേരും ഇവിടുന്ന് ആഹാ 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 എന്ന് ഒരേപോലെ പറഞ്ഞെങ്കിൽ അത് മോള് നന്നായിട്ട് പാടിയത് കൊണ്ടാണ്. ഞാൻ ആദ്യമേ എഴുതി, അയ്യോ നല്ലതായിട്ട് സംഗതികൾ എടുക്കുന്നുണ്ടല്ലോ എന്ന് ഇവിടെ എഴുതി. അപ്പൊ പൊടി രാജ്ഞി. ഇതേപോലെ വേറൊരു പാട്ട് വരുന്നതാണ്, മറ്റേ പദേ പദേ ശ്രീ പത്മദളങ്ങൾ പരാഗമുണരുകയായി, മണിനഖമഞ്ചോ മരീചികൾ കൊണ്ടൻ ചകോരമുണരുകയായി, മാനസ ചകോരമുണരുകയായി. ഖരഹരപ്രിയ ഒറിജിനൽ ഒരു പെട്ടെന്ന് കേട്ടപ്പോ ഒരു വാണി ജയറാം പാടിയ ഒരു ഫീല് സൗണ്ടിന്. എന്റെ ദൈവമേ. പിന്നെ ഇതുപോലെ ഒരു കീർത്തനം കൊണ്ട് പക്കാല നിലബടി, ഈ ഒരു അതെ, ഖരഹരപ്രിയ എന്ന് പറഞ്ഞ ഈ പാട്ടാണ്. ഈ പക്കാല റോജേവയൊക്കെ എല്ലാ ഓഡിയൻസിനും കേൾക്കാൻ ഇഷ്ടമുള്ള, ഈ കച്ചേരിക്കാരുടെ ഇടയിൽ ഇഷ്ടമുള്ളൊരു, ഇന്നും ഇഷ്ടമാണ്. മോളെ സെബക്കുട്ടി, ടോപ്പ് 5ന്റെ നമ്മളെ തുടക്കം അതിഗംഭീരമായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സർ. ശരിക്കും എന്താണ്, ഫസ്റ്റ് സീസൺ, സെക്കൻഡ് സീസണൊക്കെ കഴിഞ്ഞപ്പോൾ 5th സീസണായി. അപ്പോൾ എല്ലാ സീസണും അവസാനം എൻട്രി കിട്ടിയിരിക്കുകയാണ്. ഇപ്പം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ ഇതാണ് മോളുടെ സമയം കേട്ടോ. ഉഗ്രനായിട്ട് പാടി. ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷനാണ്. അത് അതിഗംഭീരമായിട്ട് മോള് പാടിയിട്ടുണ്ട്. ആ ശ്രുതി ശുദ്ധവും ആ വോയിസ് പ്രത്യേകിച്ച് പറയണം. എല്ലാം ഗംഭീരമായി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. അതെ, എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എന്റെ യമുനതൻ തീരങ്ങളിൽ, എന്റെ യമുനതൻ തീരങ്ങളിൽ അറിയാതെ കേഴുന്ന വേഴാമ്പലേ, എന്റെ പ്രണയത്തിൻ, എന്റെ പ്രണയത്തിൻ, എന്റെ പ്രണയത്തിൻ, എന്റെ പ്രണയത്തിൻ. വാട്ട് എ പ്രണയം. നല്ല പ്രണയമായിരുന്നു. നീ പറഞ്ഞിട്ട് എന്ത് കാര്യമല്ലേ. അത് നമ്മുടെ പ്രായം എത്രയായാലും മനസ്സിൽപ്പെടുത്തിയതാണ്. അവിടെ തന്നെ നിൽക്കുകയാണല്ലേ. ഓക്കെ സെബക്കുട്ടി,
കഴിഞ്ഞ സീസണിൽ ഇതുപോലെ പാടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 99 കിട്ടും. പക്ഷേ ഈ സീസണിൽ ഞങ്ങൾ അത്രത്തോളം പോകുന്നില്ല. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഒരു ഹമ്മിങ് മാത്രമേ പോയുള്ളൂ. ഈ സീസണിൽ ഒരുപാട് നല്ല കുട്ടികൾ പാടുന്ന, അതിമനോഹരമായിട്ട് പാടുന്ന കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, മോൾ ആദ്യമായിട്ട് പാടുകയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഒരു തുടക്കം 97 അങ്ങ് തുടങ്ങുകയാണ്. ഓക്കെ, വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഒരു ചന്ദ്രപ്പൂക്കുറ്റി സെബാമോൻ. ഓ ചന്ദ്രൻ, ഞാൻ ഈ പടത്തിന്റെ പേരാണോ ഞാൻ കുറെ ആലോചിച്ചു എവിടെ ചന്ദ്രൻ. അതാണ് ഞാൻ പറയുന്ന, കുറച്ച് ആലോചിക്കണം. ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ മനസ്സിലാവും. എനിക്ക് മനസ്സിലാവും. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. കാണാം.